നവകേരള ബസ് സർവീസിനൊരുങ്ങി. ഗരുഡ പ്രീമിയം എന്ന പേര് മാറ്റി തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്കാണ് പ്രത്യേക സർവീസ്. അല്പസമയത്തിനുള്ളിൽ ബസിന്റെ യാത്ര ആരംഭിക്കും. അതിനുശേഷം 5-ാം തീയതി മുതൽ കോഴിക്കോട് ബംഗളൂരു റൂട്ടിലായിരിക്കും ബസ് സർവീസ് നടത്തുക. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ ചേരുകയാണ്. വിജിൻ, നവകേരള സദസ് ഇനി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ KSRTCയുടെ സ്വന്തമായി നിരത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് പ്രത്യേക സർവീസ് എപ്പോഴാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുക? പ്രത്യേകം ഫ്ലാഗ് ഓഫ് ഒന്നുമില്ല. സാധാരണ ബസ് പോകുന്ന പോലെ തന്നെ സമയം 6:30 ഇവിടെ നിന്ന് പുറപ്പെട്ട് കോഴിക്കോടേക്ക് എത്തുകയാണ് ചെയ്യുക. എന്തായാലും ആളുകൾ ഇത് നേരത്തെ അറിയാത്തത് കൊണ്ട് തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിലും ഇത്തരത്തിൽ നവകേരള സദസ്സിൻ്റെ ഭാഗമായി മന്ത്രിമാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്ത വാഹനമെന്ന പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അറിഞ്ഞ ആളുകൾ ഒക്കെ ഇപ്പോൾ നിലവിൽ ബസ്സിൽ യാത്ര ചെയ്യാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്കാണ് സർവീസ് നടത്തുക. എന്തായാലും മന്ത്രിമാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും സഞ്ചരിച്ച വാഹനം എന്ന പ്രത്യേകതയ്ക്ക് അപ്പുറം വലിയ വിവാദമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം മാധ്യമങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. വലിയ ആഡംബര ബസ്സാണ് എന്ന ഇതുൾപ്പെടെയുള്ള അത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നു. ഈ ടോയ്ലറ്റ് സംവിധാനവും ഒപ്പം തന്നെ ഈ മന്ത്രിസഭാ യോഗം ചേരാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട്, കോൺഫറൻസ് ഹാള് ഉൾപ്പെടെ ഉണ്ട് എന്നൊക്കെയായിരുന്നു പ്രചാരണം. എന്തായാലും അതൊക്കെ തെറ്റാണ് എന്ന് ആദ്യ ദിവസങ്ങളിൽ തന്നെ തെളിയുകയും പിന്നീട് ഈ വാഹനം മറ്റ് ഉപയോഗങ്ങൾക്കായി ഉപയോഗിക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ ഉൾപ്പെടെ നൽകിയിരുന്നു ചില മാധ്യമങ്ങളും. ഒപ്പം തന്നെ പ്രതിപക്ഷം ഇതിനെ വലിയ വിവാദമാക്കി മാറ്റാനുള്ള ഒരു നീക്കവും ഒക്കെ നടത്തി. എന്തായാലും അന്ന് തന്നെ KSRTC മന്ത്രിയായിരുന്ന ആന്റണി രാജുവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ വിശദീകരിച്ചത് ജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന വിധത്തിൽ നവകേരള സദസ്സിന് ശേഷം ഇങ്ങനെ ഒരു KSRTCയുടെ വാഹനമാക്കി മാറ്റും എന്ന് വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ വാഹനം കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്താൻ ഒരു തീരുമാനമെടുത്തത്. തിരുവനന്തപുരം പാപ്പനംകോടിലെ ഡിപ്പോയിലായിരുന്നു ഈ നവകേരള സദസ്സിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും യാത്ര ചെയ്ത ഗരുഡ എന്ന് പറയുന്ന വാഹനമുള്ളത്. ഗരുഡ പ്രീമിയം എന്ന പേരിലായിരിക്കും ഇത് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുക. എന്തായാലും അല്പസമയത്തിനകം ഈ വാഹനം ഇവിടുന്ന് പുറപ്പെടും. ഈ ബസ് ഇങ്ങോട്ട് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ച സമയത്ത് തന്നെ ഇവിടെ കൂടുതൽ ആളുകൾ ഈ വാഹനം കാണാനും ഒപ്പം തന്നെ ആദ്യ ട്രിപ്പ് എന്താകും എന്നറിയാനും ഒക്കെയായി എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ഈ മാധ്യമങ്ങളിലൂടെയാണ് ജനങ്ങൾ ഈ വാഹനത്തെപ്പറ്റി അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാനുള്ള സൗകര്യം KSRTC ഒരുക്കിയിട്ടുണ്ട്. 4-5 പേർ മാത്രമാണ് ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. എന്തായാലും മറ്റുള്ളവർ കൂടി അല്പസമയത്തിനകം ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ബസ്സിന് കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ബസ് അല്പസമയത്തിനകം പുറപ്പെടാനായി തയ്യാറായി നിൽക്കുകയാണ്. വിജിൻ, ഈ ദൃശ്യങ്ങളും കാണുമ്പോൾ, ആളുകൾ അതിലേക്ക് കയറുന്നതൊക്കെ കാണുമ്പോൾ, വിജിൻ പറഞ്ഞതുപോലെ കുറച്ച് നാളുകൾക്ക് മുൻപ് നവകേരള സദസ്സിൻ്റെ സമയത്ത് ഈ ബസ്സിനെക്കുറിച്ച് മാധ്യമങ്ങൾ എന്തൊക്കെയാണ് എഴുതി വിട്ടത്, എന്തൊക്കെ നുണപ്രചാരണങ്ങളാണ് നടത്തിയത്. സത്യത്തിൽ ഈ മാധ്യമപ്രവർത്തകരുടെയും മാധ്യമ സ്ഥാപനങ്ങളുടെയും വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്ന് പൊതുസമൂഹത്തിന് ഒരിക്കൽ കൂടി ബോധ്യമാവുകയാണ് നമ്മൾ ഈ ബസ്സിൻ്റെ ദൃശ്യങ്ങളൊക്കെ തത്സമയം കാണിക്കുമ്പോൾ. ഒരു സ്വകാര്യ ബസ്സിലുള്ള സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു ബസ് അത് പൊതുസമൂഹത്തിന് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ കൊണ്ടുവരാൻ നവകേരള സദസ്സിൻ്റെ ഭാഗമാക്കുന്നു. പിന്നീട് അത് ഇപ്പോൾ സാധാരണക്കാർക്കായി കൊടുക്കുകയും ചെയ്യുന്നു. ഓർക്കുന്നില്ലേ വിജിൻ ആ ഒരു വിവാദ കാലം? വിജിൻ, കേൾക്കുന്നില്ലേ? ഏതായാലും നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന നവകേരള ബസ്, ആ ബസ് ഇപ്പോൾ പൊതുസമൂഹത്തിനായി നൽകുകയാണ്. നമുക്ക് വേണ്ടി KSRTCയുടെ ബസ്സായി മാറ്റുകയാണ്. കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്കായിരിക്കും ബസ് സർവീസ് നടത്തുക. 26 പുഷ് ബാക്ക് സീറ്റുകളാണ് ബസ്സിൽ ഉണ്ടാവുക. അതിൽ ടോയ്ലറ്റ് സൗകര്യവുമുണ്ട്, അങ്ങനെയുള്ള ചില സൗകര്യങ്ങൾ കൂടിയുണ്ട്. ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ട്, അതായത് ഈ പ്രായമായ ആളുകൾക്കൊക്കെ ബസ്സിലേക്ക് കയറാൻ എളുപ്പത്തിലുള്ള ഹൈഡ്രോളിക് സംവിധാനം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ നിരത്തുകളിൽ കാണുന്ന പ്രൈവറ്റ് ബസ്സുകളിലൊക്കെയുള്ള അതേ സംവിധാനങ്ങൾ തന്നെ. ഈ ബസ്സിനെക്കുറിച്ചാണ് ഒരു കൂട്ടം മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും അത്യാഡംബര ബസ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാർത്തകളൊക്കെ ആ സമയത്ത് ചമച്ചത്, അല്ലെങ്കിൽ പടച്ചുവിട്ടത്. അന്ന് തന്നെ അത് പച്ചക്കള്ളമാണെന്ന് കൈരളി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്തകളിലൂടെ തെളിയിച്ചതാണ്. ഇപ്പോൾ ഇന്ന് യാത്രയിലേക്ക് എത്തുമ്പോൾ, നിരത്തിലേക്ക് പൊതുസമൂഹത്തിലേക്ക് എത്തുമ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടി ബോധ്യമാകും ആ ബസ് എന്താണെന്ന്, ആ ബസ്സിലെ സൗകര്യങ്ങൾ എന്താണെന്നുള്ളതും ഇതൊരു ആഡംബര ബസ്സാണോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ. ഏതായാലും വിജിൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. വിജിൻ, ഞാനിങ്ങനെ വിജിൻ ഈ ബസ്സിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഓർക്കുകയായിരുന്നു ആ ഒരു വിവാദ കാലം. എന്തൊക്കെയാണ് ഈ നാട്ടിലെ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും എഴുതിവിട്ട പച്ചക്കള്ളങ്ങൾ
അത്യാഡംബര സംവിധാനങ്ങൾ, ഹെലിപ്പാഡ് വരെ ഉണ്ടെന്ന് എഴുതിയ ടീമുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. വിജിൻ, ഏതായാലും പൊതുസമൂഹത്തിന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് എന്താണ് ആ ബസ്സെന്നും ആ ബസ്സിലെ സംവിധാനങ്ങളെന്നും. മറ്റൊന്ന്, മാധ്യമങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും വിശ്വാസ്യത ഇടിഞ്ഞു താഴുന്ന മറ്റൊരു കാഴ്ച. മനു, ഞാൻ സത്യത്തിൽ ആദ്യമായിട്ടാണ് ഈ ഗരുഡ ബസ്സിൽ കയറിയിട്ടുള്ളത്. എന്തായാലും നവകേരള സദസ്സിൻ്റെ വലിയ അത്യാഡംബര ബസ് എന്നൊക്കെ പറഞ്ഞതിൽ സൗകര്യം നമ്മളൊക്കെ സാധാരണ യാത്ര ചെയ്യുന്ന പോലുള്ള ഒരു വോൾവോ ബസ്സിൻ്റെ ആ സൗകര്യത്തിൽ തന്നെയാണുള്ളത്. ആകെ ഇതിൽ അധികമായി ഉള്ളത് എന്ന് പറയുന്നത് ഒരു ടോയ്ലറ്റ് സംവിധാനമാണ്. ബാംഗ്ലൂർ SRM ബസ്സിൽ ഉൾപ്പെടെയുള്ള ബസ്സുകളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത്തരത്തിൽ ടോയ്ലറ്റ് സൗകര്യത്തോടു കൂടിയുള്ള വാഹനം തന്നെയാണ് ഉണ്ടാകുകയും ചെയ്യാറ്. എന്തായാലും ആ പറഞ്ഞ തരത്തിലുള്ള ഒരു അത്യാഡംബരമൊന്നും ഇതിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത് അനുസരിച്ച് അന്ന് തന്നെ നവകേരള ബസ് സദസ്സ് യാത്ര തുടങ്ങിയ സമയത്ത് തന്നെ മാധ്യമപ്രവർത്തകർക്ക് വാഹനത്തിന് അകത്ത് കയറി ദൃശ്യങ്ങൾ പകർത്താനുള്ള അവസരം ഉൾപ്പെടെ നൽകിയിരുന്നു. അപ്പോൾ തന്നെ ഇത് വലിയ തരത്തിലുള്ള ആഡംബരം ഒന്നുമില്ലാത്ത വാഹനമാണ് എന്ന് ജനങ്ങൾക്ക് കൂടി വ്യക്തമാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകണം. അതായത് തമ്പാനൂരിൽ നിന്ന് ഈ ബസ് കോഴിക്കോടേക്ക് പുറപ്പെടുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകണം. കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് ഈ മാസം 5-ാം തീയതി മുതൽ ബസ് യാത്ര ആരംഭിക്കും. 26 സീറ്റുകളാണ്, പുഷ് ബാക്ക് സീറ്റുകളാണ് ആ ബസ്സിലുള്ളത്. ടോയ്ലറ്റ് സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ ആ ബസ്സിലുണ്ട്. 1171 രൂപയാണ് ഈ ബസ്സിന്റെ ടിക്കറ്റ് നിരക്ക്. അതായത് കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് തിരിച്ചുമുള്ള ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് 1171 രൂപയാണ്. ഏകദേശം 7 മണിക്കൂറുകൾ കൊണ്ട് കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് ബസ് ഓടിയെത്തുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്.